ഇന്ന് പറയാൻ പോകുന്നൊരു വിഷയം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ തുടർച്ചയായി ചില കാര്യങ്ങളും കൂടിയാണ് ഇപ്രാവശ്യം പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ അന്ത്യകാലം ആകുമ്പോൾ ഈ മുസ്ലിം മതം അല്ലെ ഇസ്ലാം മതത്തിൽ ഇത്രയും തീവ്രവാദം വരുന്നത്, അല്ലെങ്കിൽ ഇത്രയും ദുഷ്ടതയും ഇതൊക്കെ ഈ അന്ത്യകാലത്ത് അടുത്തടുത്ത് വരുന്തോറും ഇവരാണല്ലോ ലോകം മൊത്തവും ഒരു പേടി സ്വപ്നമായിരിക്കുന്നത്. കാരണം ഇത് എത്ര വൻകിട രാജ്യക്കാരാണെങ്കിലോ എന്തൊക്കെ വലിയ തലത്തിലുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ പ്രസിഡന്റോ അമേരിക്കയോ ഒക്കെ വിചാരിച്ചിട്ട് പോലും ഇത് പൂർണ്ണമായിട്ടും ഈ തീവ്രവാദത്തെ മാറ്റാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിർത്തലാക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും പവർഫുള്ളായി പോയത്? ഇതിന്റെ ആത്മീയപരമായി പറയുകയാണെങ്കിൽ ഈ ഓരോ കാലഘട്ടത്തും ഈ തിന്മ മനുഷ്യരെ പറ്റിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരെ ചതിക്കുന്ന ഈ ആസുരിക പൈശാചിക ശക്തികൾ എല്ലാ കാലഘട്ടത്തും കൂടിക്കൂടിയാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കാലത്തെ തിന്മയല്ല മനുഷ്യന്റെ ഈ കാലത്തെ തിന്മ. ഇപ്പോൾ ഈ കാലത്ത് യാതൊരു സാധാ സംസാരത്തിൽ പറയും പോലെ ഒരു ഉളുപ്പും ഇല്ലാതെയാണ് കള്ളം പറയലും മോഷണവും. ഇപ്പൊ തന്നെ നമ്മളെ ശബരിമല നോക്ക്, ഏറ്റവും വലിയ തന്ത്രി അല്ലെങ്കിൽ ഏറ്റവും വലിയ പൂജാരി, അതായത് അയ്യപ്പന്റെ അച്ഛൻ എന്ന് പറയുന്ന ആ ലെവലിരിക്കുന്നവർ കൂടി ചേർന്നൊക്കെയാണ് മോഷണം എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ശബരിമല വിട്, ഇതൊക്കെ എനിക്ക് ദൈവം പല കാര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പേ കാണിച്ചിട്ടുണ്ട്. ഈ അമ്പലങ്ങളുടെ കേസും പള്ളിക്കകത്ത് നടക്കുന്ന ഈ അച്ഛന്മാരും ബിഷപ്പ് അവരുടെ നടക്കുന്ന കള്ളത്തരങ്ങൾ, ഇതൊക്കെ പണ്ടേ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഒന്നും കിട്ടാതെ മനസ്സിലാക്കാതെയൊന്നും അല്ല ഞാൻ ഈ ജനങ്ങളെ ഈ കാര്യങ്ങൾ അറിയിക്കാനായിട്ട് എന്നെ ദൈവം ഇറക്കിയത്. അപ്പൊ അമ്പലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളും ഓരോ അമ്പലങ്ങളിലും നോക്കണം. നമ്മളിപ്പോ നിസ്സാര ഒരു ഉദാഹരണം ഞാൻ ഇത് വെച്ച് പറഞ്ഞുതരാം. ഈ അന്ത്യകാലത്തെ തിന്മയെ കുറിച്ചൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരാള് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കൊള്ള സംഘം റിസർവ് ബാങ്കിൽ കയറി ഭയങ്കരമായ ഒരു കൊള്ള നടത്തിയെന്ന് അല്ലെ നടത്തുന്നു എന്ന് കരുതുക. അപ്പൊ ഇവർ ഈ ഭയങ്കരമായ കൊള്ള ആസൂത്രണം ചെയ്ത് ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ പുതിയതായി ആദ്യമായി ഒരാൾ ഒരിക്കലും അല്ലെങ്കിൽ ഒരു കൊള്ള സംഘം ഒരിക്കലും ഏറ്റവും വലിയ ഒരു ബാങ്കോ അല്ലെങ്കിൽ വലിയൊരു സംഗതിയോ മോഷ്ടിക്കാൻ പോകില്ല. അതെന്തുകൊണ്ടാണ് ഏറ്റവും വലുതിലോട്ട് പോകുന്നത്? ഈ വലിയ ലെവലിലോട്ട് പോകുന്നതിന്റെ കാരണം ചെറുതുകൾ ചെയ്ത് സുഖം പിടിച്ച് അതൊക്കെ സക്സസ് ആയി വന്നാണ് ഈ വലുതിലോട്ട് പോകുന്നത്. പിടിക്കപ്പെടുമ്പോ വലുതിലായിരിക്കും. അപ്പൊ അതേപോലെ ഈ ശബരിമല കേസ് വലുതിലിട്ട് പിടിച്ചു. ഇത് വലിയ സംഗതി. ഇത്രയും കേരളത്തിലെ അല്ലെങ്കിൽ സൗത്തിലെ തന്നെ ഏറ്റവും ജനം വരുന്ന ഏറ്റവും ഉയർന്ന ലെവലിൽ അല്ലെങ്കിൽ ഭയങ്കരമായ ലെവലിൽ വരുമാനവും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്ഥലത്ത് കയറി ഒരു വലിയ കൊള്ള നടത്തുക എന്ന് പറയുമ്പോൾ ആ കൊള്ളക്കാര് എത്ര നാളുകൊണ്ടേ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കുറച്ചുകൂടെ വലുത് ചെയ്ത് ഇങ്ങനെ ചെയ്താണ് ഈ വലുതിലോട്ട് പോകുന്നത്. സാമാന്യ ബോധം വെച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെയാണ് ഈ കാലഘട്ടം. കാര്യം ഒരു ദൈവഭയവും ഇല്ല. ഇത് കാരണം ദൈവം ഉണ്ടോ എന്ന് തന്നെ സംശയം വരുന്ന ലെവലിലേക്ക് ഈ ഭൂമിയിൽ മനുഷ്യരെത്തി. ആ ഒരു ലെവൽ എത്തുമ്പോഴാണ് ശരിക്കും ദൈവം ഒരു ശിക്ഷയും നശീകരണവും ആയ ഒരു കാലഘട്ടത്തെ പ്ലാൻ ചെയ്യുന്നത്. ഈ കാലഘട്ടം എല്ലാ കാലഘട്ടത്തും ഉണ്ട്. കാലചക്രം പറഞ്ഞതുപോലെ കറങ്ങി ഇങ്ങനെ വരും. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നശീകരണമൊക്കെ സത്യയുഗം വന്നു. പിന്നെയും ഒന്നേന്ന് പതുക്കെ ഇതേപോലെ തിന്മ കൂടി അവസാനം ഒരു കാലഘട്ടത്ത് ഇതേപോലെ തിന്മയുടെ ഒരു കൂട്ടം അങ്ങ് അറ്റം ഈ ഒരു ദൈവഭയവും ഇല്ലാത്ത ലെവലിലേക്ക് എത്തും. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. അപ്പം ഈ കാലഘട്ടത്ത് ഇത്രയും തിന്മ പെരുകി വരുന്ന ഈ കലിയുഗം എന്ന് പറയുന്ന ഈ കാലഘട്ടത്ത് അവസാനമായി വലിയ ലെവലിൽ വന്ന ഒരു അവസാന മതമാണ് ഈ ഇസ്ലാം മതം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഇസ്ലാം മതം ദൈവം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ചിന്തിച്ചോളണം എത്രത്തോളം നെഗറ്റീവ് കഴിഞ്ഞ മതങ്ങളെ എല്ലാം തോൽപ്പിച്ച് അതിൽ വിശ്വസിക്കുന്ന മനുഷ്യരെല്ലാം തെറ്റിച്ച് ഈ മതം എന്ന് പറയുമ്പോഴേ ഞാൻ പറയുന്നത് ഈ നമ്മളീ കാണുന്ന ഈ മത പുരോഹിത വർഗം അതല്ല മതം ഉദ്ദേശിക്കുന്നത്. ദൈവം ഒരു സിദ്ധാന്തം, ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയിലൂടെ ഭൂമിയിൽ പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു തത്വം, ഒരു സിദ്ധാന്തം. അതിലൂടെയല്ലേ മതം വരുന്നത്. ഇത് വെച്ചല്ലേ ബാക്കിയുള്ള ഒരു മതം ഉണ്ടാക്കി ഈ കാര്യത്തിലോട്ട് പോകുന്നത്. അപ്പൊ ഈ സിദ്ധാന്തം അല്ലെങ്കിൽ ഈ ഒരു തത്വങ്ങൾ മുഹമ്മദ് നബിയിലൂടെ ഇറക്കുമ്പോൾ അത്രയും നെഗറ്റീവ് കൂടി നിൽക്കുന്നത് ആ ഒരു ലെവലിലാണ് ഇതുകൊണ്ട് ഇറക്കുന്നത്. കാര്യം ഇനി സ്നേഹഭാവവും ആ ഭാവത്തിലൂടെ എന്നും മനുഷ്യൻ പെട്ടെന്ന് നന്നാവുക. സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കുന്ന അച്ഛനെ, സ്നേഹമായ അച്ഛനെ എങ്ങനെ മാക്സിമം പറ്റിച്ച് മുതലാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിൽ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പം ബൈബിളിൽ പറയുന്ന യേശുവിന്റെ കാലഘട്ടത്ത്
ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു എന്ന് പറയണതേ അവരുടെ കള്ളത്തിലുണ്ട്. വ്യഭിചാരത്തിൽ സ്ത്രീയെ മാത്രമായിട്ട് പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കൂടെ വ്യഭിചരിച്ചുകൊണ്ടിരുന്നവനെ എന്ത് പിടിക്കാത്തത്? അപ്പൊ അവിടെ സ്ത്രീയെ മാത്രം പിടിച്ചു. ഈ വ്യഭിചരിച്ചുകൊണ്ടിരുന്നവന്മാരൊക്കെ തന്നെയായിരിക്കും കല്ലെറി ചെയ്യുന്നത്. കാര്യം അതൊരു ത്രില്ലാണല്ലോ, ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ. അപ്പം ഒരു വലിയൊരു കുട്ടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ കേസ് വരുമ്പോൾ അവനെ റോട്ടിലിട്ട് അടിക്കാനും പിടിക്കാനും ഒക്കെ മുൻപന്തി നിൽക്കുന്ന ടീമുകളാണ് രഹസ്യത്തിൽ വീട്ടിലിരുന്ന് ഇതേ പീഡനങ്ങൾ വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പുറമെ മാന്യനായി നിന്നുകൊണ്ട് മറ്റുള്ളവരെ ശിക്ഷിക്കാൻ ഫ്രണ്ടിൽ നിൽക്കും. അതാണ് ട്രെൻഡ്. അപ്പൊ അന്ന് തൊട്ട് ഇന്ന് അതിന്റെയൊക്കെ എത്രയോ ഹൈ ലെവൽ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാൻ. അപ്പൊ അന്നത്തെ ഒരു നെഗറ്റീവിന്റെ പവർ ഞാൻ പറഞ്ഞുതരാം. എത്രത്തോളം അന്ന് നെഗറ്റീവ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ വിചാരത്തിൽ അന്ന് പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് ദൈവത്തിന്റെ നിയമമാണ്, ബൈബിളിൽ തന്നെയുള്ള ദൈവത്തിന്റെ നിയമമാണ്. അത് ഇങ്ങനെ കഠിന ശിക്ഷകൾ ചെയ്യണ നിയമം, പണ്ടത്തെ നിയമം. യേശുവാണല്ലേ വന്ന് സ്നേഹഭാവം കൊടുത്തത്. അതിന് മുമ്പ് ദൈവത്തിന്റെ നിയമം അത്ര അങ്ങനെയായിരുന്നു, ശിക്ഷിച്ച് നന്നാക്കുന്ന ഒരു നിയമം. അപ്പൊ അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറയുന്ന ആ നിയമം പാലിക്കാനായിട്ട് ജനങ്ങളല്ല, ഈ തലയിരിച്ച ജനങ്ങൾ തന്നെയൊക്കെയാണ് എല്ലാവരും കൂടെ വന്ന ആ പെണ്ണിനെ എറിഞ്ഞു കൊല്ലാൻ തുടങ്ങിയപ്പോൾ യേശുവിന്റെ അടുത്ത് അവർ ചോദിച്ചു, ദൈവത്തിന്റെ നിയമം ഇങ്ങനെയാണല്ലോ, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? നിയമം പാലിക്കണോ പാലിക്കട്ടെ? അപ്പൊ നിയമം പാലിക്കണ്ട എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നിയമത്തെ എതിർത്ത് പറയുന്ന വേറൊരാളെന്ന് പറഞ്ഞ് യേശുവിനെ കൂടെ ശിക്ഷിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉടനെ ഒരു കുണഷ്ടാണ് ചോദിച്ചത്, ദൈവത്തിന്റെ നിയമം നമ്മൾ പാലിക്കണോ പാലിക്കണ്ടേ? കല്ലെറിഞ്ഞ് കൊല്ലണോ കൊല്ലണ്ടേ? അപ്പൊ യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ, ആദ്യം കല്ലെറിഞ്ഞോ. അപ്പൊ ഈ എല്ലാവർക്കും മനസാക്ഷി കുത്തു നിമിത്തം, പക്ഷെ നമ്മളെല്ലാം പാപികളാണല്ലോ, നമ്മളൊന്നും പാപം ചെയ്യാത്തവരല്ലല്ലോ എന്നും പറഞ്ഞ് മനസാക്ഷി കുത്തു നിമിത്തം സകലരും കല്ലിട്ടിട്ട് പോയി. അപ്പം അങ്ങനെ ഒരു മനസാക്ഷി കുത്ത് ഉണ്ടാകുന്ന ലെവലിലേക്ക് അവരുടെ മനസ്സ് തിരിഞ്ഞു. അപ്പൊ അത്രയേ ഉള്ളൂ അന്നത്തെ പൈശാചിക ശക്തികളുടെ ബലം. ഇവരൊക്കെ പൈശാചിക ശക്തികളുടെ പ്രലോഭനത്താൽ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും യേശു ഒരു ദൈവിക തത്വം എടുത്തിട്ട് ഒരു നിയമം എടുത്ത് അവിടെ ഇട്ടപ്പോ അതിൽ മനസാക്ഷി കുത്തു വന്ന് അവർ കല്ല് കളഞ്ഞിട്ട് പോയി. അപ്പൊ അത്രയേ ഉള്ളൂ അന്നത്തെ നെഗറ്റീവിന്റെ പവർ. മനുഷ്യനെ അത്രേ സ്വാധീനിച്ചിട്ടുള്ളൂ. ഇന്നത്തെ കാലത്ത് ഇതേപോലെ ഒരു പെണ്ണിനെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് എല്ലാവരും കൂടെ വളഞ്ഞ് കല്ലെറിയാൻ നിൽക്കുന്നെന്ന് കരുതിക്കോ. അപ്പൊ ഒരു ദൈവതുല്യനായ ഒരാളുടെ അടുത്ത് ഇതേപോലെ വന്നെന്ന് വെച്ചോ. അപ്പൊ പുള്ളി പറയണം, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഒരു പാപമേ ഇല്ല, ഞങ്ങൾ എല്ലാവരും കല്ലെറിഞ്ഞ് കൊന്നിട്ടേ പോവുള്ളൂ എന്നും പറഞ്ഞ് ഈ സകലമാന പാപികളും കൂടെ ചേർന്ന് ഞങ്ങൾക്കൊന്നും പാപമേ ഇല്ല. കാരണം ദൈവഭയം എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ, എല്ലാവരും കൂടെ അവളെ കല്ലെറിഞ്ഞ് കൊന്നിട്ടേ പോവുള്ളൂ. അപ്പൊ മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം ഭയങ്കരമായി നെഗറ്റീവായെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചു നോക്കാം. അപ്പൊ യേശുവിന്റെ കാലഘട്ടത്തും അതിന് മുമ്പ് കാലഘട്ടത്തും ദൈവം ഓരോരോ നിയമങ്ങൾ വെച്ച് മനുഷ്യരിലൂടെ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ അതിനെ മറികടന്ന് മനുഷ്യർ പിന്നെയും ദുഷ്ടത കയറി വരുമ്പോഴാണ് പിന്നെ പുതിയ ആൾക്കാരിലൂടെ അപ്ഡേഷൻ നടക്കുന്നത്. അങ്ങനെയാണ് മുഹമ്മദ് നബിയിലൂടെ കടുത്ത ശിക്ഷ എന്ന രീതിയിൽ ഒരു അപ്ഡേഷൻ വന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ നെഗറ്റീവ് ശക്തികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ദൈവം ഒരു വ്യക്തിയെ അയച്ചിട്ട് ഭൂമിയിൽ അയച്ച് ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് ദൈവിക കാര്യങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമവശങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഒന്ന് പുതുക്കി ഒരു വ്യക്തിയിലൂടെ ഇറക്കുമ്പോൾ അത് ആദ്യം വളരെ നല്ലതായിരിക്കും, ജനങ്ങൾക്ക് നല്ല സ്ട്രൈക്ക് ചെയ്ത് അത് ഉപയോഗമായിട്ട് വരും. അപ്പൊ ഈ നെഗറ്റീവ് ആസുരിക ശക്തികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഒരു സാധനത്തിനെ എടുത്ത് പതുക്കെ അങ്ങ് ബൂസ്റ്റ് ചെയ്ത് പൊക്കി ഈ മൂള അല്ലെങ്കിൽ ഈ ബുദ്ധി അല്ലെങ്കിൽ ഈ ബോധം വർക്ക് ചെയ്യാത്ത ചില ആൾക്കാരൊക്കെ ഈ ശിഷ്യഗണത്തിൽ അല്ലെങ്കിൽ ഇവരുടെ റൂട്ടിൽ കാണും. അവരെ തലയിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ചെറിയൊരു കാര്യം അതിനകത്തുനിന്ന് പതുക്കെ എടുത്തങ്ങ് പൊക്കി കയറ്റിയിട്ട് അതിലിട്ടങ്ങ് തീവ്രത ഉണ്ടാക്കും. അപ്പൊ ആ മതത്തിൽ പല കാര്യങ്ങളും നല്ലത് കാണും, പല കാര്യങ്ങളും മോശപ്പെട്ടത് അല്ലെങ്കിൽ ഒരുപാട് ഗുണമുള്ളത് കാണും, എല്ലാം മിക്സായി അതിൻ്റെ കാണും. അതിന്റെ അകത്ത് മോശപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇതൊരു മനുഷ്യന് ദ്രോഹമാകും, ഇതൊരു മനുഷ്യന് തലവേദന ഉണ്ടാക്കുന്ന ഒരു വകുപ്പ് ഇതിലുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പൈശാചിക ശക്തികള് അതിനെ പതുക്കെ ഒന്ന് ചില ബുദ്ധിയില്ലാത്തവന്മാരെ തലയെ കയറ്റി അങ്ങ് ബൂസ്റ്റ് ചെയ്യും, ആ ഒരു സ്ഥാനം മാത്രം. അപ്പൊ യുവമാർക്ക് അതിൽ മാത്രമേ മനസ്സൂരുള്ളൂ. അപ്പൊ അത് വെച്ച് ഇവരങ്ങ് ബൂസ്റ്റായി അതിൽ തീവ്രമായി അതിലങ്ങ് അഡിക്റ്റ് ആവും. അഡിക്റ്റ് ആകുമ്പോൾ അവന്മാരെ വെച്ച് ഈ പിശാച് മാക്സിമം ഉപയോഗിക്കും. അങ്ങനെയാണ് ഈ തീവ്രവാദം ഉണ്ടാവുന്നത്. ഇത് മുസ്ലിമിൽ നല്ല എല്ലാ മതത്തിലും ഉണ്ട് തീവ്രവാദികൾ. നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ മറ്റുള്ള ഹൈന്ദവ അല്ല ഹിന്ദു സനാതന ധർമ്മത്തിൽ വരുന്ന മതങ്ങളൊക്കെ ഉള്ള അവിടെ പോയി നോക്ക്, ഇതേപോലെ തീവ്രമായി ബാധിച്ചും കൊണ്ട് മനുഷ്യനെ പച്ചയ്ക്ക് കത്തിക്കുകയും കൊല്ലുകയും വെട്ടുകയും കുത്തിയൊക്കെ ചെയ്യുന്നത് എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ ഹൈന്ദവ മതത്തിലുണ്ട്. ക്രിസ്ത്യ മതത്തിൽ എവിടെ തീവ്രവാദം? പലരും ചോദിക്കുന്നു, ക്രിസ്ത്യ മതത്തിൽ തീവ്രവാദം ഇല്ലല്ലോ. ഞാനതാണ് പറഞ്ഞത്. ഈ നമ്മളെ ഒരു ദർശനം ഒരാളിപ്പോ ഒരു ദൈവിക ദർശനമായി വന്നാൽ
അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു സാധനം പൊക്കിയെടുത്തും കൊണ്ട് ചില മൂള വർക്ക് ചെയ്യാത്ത അല്ലെ ബോധം വർക്ക് ചെയ്യാത്ത ചിലരുടെ തലയിൽ ഇത് മാത്രം ഇട്ടങ്ങ് കയറ്റിയിട്ട് അതിലൂടെ മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാട്ടിക്കൂട്ടലാണ് ഇത്. അപ്പൊ അതിൽ ഒരു ചെറിയൊരു സാധനത്തിൽ മാത്രം ഇവരുടെ മനസ്സങ്ങ് തീവ്രമായി അങ്ങ് അടിമപ്പെട്ടു പോകും. ബാക്കി എന്തെല്ലാം ഉണ്ട് അതൊന്നും ശ്രദ്ധിക്കില്ല, അതൊന്നും മൈൻഡും ചെയ്യില്ല, അതൊന്നും വലിയ സംഭവമായിട്ട് തോന്നേയില്ല. പക്ഷെ ഈ ചില സാധനത്തിൽ കയറി അങ്ങ് പിടിച്ചിട്ട് അതിൽ കിടന്നങ്ങ് അടിമത്തം ആയി വേണ്ട ബഹളം അത്രയും കാണിക്കും. അപ്പൊ ക്രിസ്ത്യനിൽ എവിടെ തീവ്രവാദം? ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള തീവ്രവാദികളാണ് നമ്മൾ ഈ കാണുന്നത് ഈ പെന്തക്കോസ്ത് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ. ഒരുപാട് ആൾക്കാരുണ്ട് അതിനകത്ത്, നല്ലവരും ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെ അതിന്റെ അകത്ത് ഒരു 90% തീവ്രവാദികളാണ്. എന്താണ് അവിടുത്തെ തീവ്രവാദം? പരിശുദ്ധാത്മാവ് ഉണ്ടെന്നും ഇത് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് അതും ഇതൊക്കെ സംഭവിക്കും, ഭയങ്കര മാറ്റം സംഭവിക്കും എന്നൊക്കെ പറയുകയും യേശു സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയൊക്കെ ചെയ്ത ആ ഒരു ചെറിയൊരു സാധനം ബൈബിളിലുണ്ട്. നിങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കുക, ദൈവത്തെ നിങ്ങൾ ആത്മാവ് കൊണ്ട് വേറൊരു ഭാഷയിലൊക്കെ ആരാധിക്കുക എന്നൊക്കെ ബൈബിളിൽ എവിടെ ജസ്റ്റ് പറഞ്ഞങ്ങ് പോയി. അതിനെ പതുക്കെ എടുത്തങ്ങ് ബൂസ്റ്റ് ചെയ്ത് ബൈബിൾ എന്ന് പറയുന്നത് എത്രയോ കനമുള്ള ബുക്കിൽ എത്രയോ വചനങ്ങൾ എന്തെല്ലാം ഉണ്ട്. അതൊന്നും വിഷയമല്ല. ഇതിന്റെ അകത്തുനിന്ന് ഈ ഒരു സാധനം പിശാചിനറിയാം. മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഇതിന്റെ അകത്ത് ഉണ്ടെങ്കിൽ അതിനെ ഇട്ടങ്ങ് പതുക്കെ അങ്ങ് ബൂസ്റ്റ് ചെയ്ത് അതിലിട്ട് യവന്മാരെ അങ്ങ് അടിമയാക്കാം. ഇതാണ് കാണുന്നത്. പക്ഷെ ഇത് ഉണ്ടോ എന്ന് വെച്ചാൽ ബൈബിളിലുണ്ട്. ഇപ്പം ഈ അന്യഭാഷയിൽ ആരാധിക്കാം എന്ന് മറുഭാഷ ദൈവത്തോട് നമ്മൾ ഹൃദയം കൊണ്ട് ഉള്ളിൽ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന ഒരു ഭാഷയുണ്ടെന്നും അത് അങ്ങനെ നമ്മൾ ആരാധിക്കുമ്പോൾ ശരിക്കും വേറെ ഒരു വ്യക്തികളും അത് കേൾക്കാൻ പാടില്ല. നമ്മൾ രഹസ്യത്തിലിരുന്ന് വേണം അങ്ങനെ ഉള്ളുകൊണ്ട് മർമ്മരിച്ച് ആരാധിക്കാൻ. ഇത് പണ്ടുള്ള ഋഷിവര്യന്മാരും ഇപ്പോഴും നമ്മൾ ഈ ഹൈന്ദവ രീതിയിലൊക്കെ നോക്കിയ പല വ്യക്തികൾക്കും ഉള്ളിൽ നിന്ന് ആ ആത്മാവോട് വേറെന്തോ ഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റു ശക്തികളോട് സംസാരിക്കുന്ന രീതി ഉണ്ട് ഇല്ലെന്നല്ല. പക്ഷെ ഇതൊക്കെ അവിടെ എവിടെയൊക്കെ ഉള്ളവർക്ക് മിണ്ടാതെ രഹസ്യത്തിലങ്ങ് ചെയ്തു പോകും. പക്ഷെ ഇതിന് മാത്രം ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെറും കോമാളികളാക്കി. കാര്യം ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് മറ്റു ആൾക്കാരെ കേൾക്കവേ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഭ്രാന്തെന്നേ പറയുള്ളൂ, നിങ്ങൾക്ക് വട്ടാണെന്നേ പറയുള്ളൂ. അതുകൊണ്ട് ആൾക്കാരെ കേൾക്കവേ ചെയ്യേണ്ട കാര്യം അല്ല എന്നാണ് ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. രഹസ്യത്തിൽ ചെയ്യാൻ പറഞ്ഞേക്കുന്ന സാധനവും. പക്ഷെ ആ പൈശാചിക ശക്തികൾ കണ്ട അതിനെ പതുക്കെ അങ്ങനെ ബൂസ്റ്റ് ചെയ്തിട്ട് ചില വ്യക്തികളെ തലയൊക്കെ ആറ്റിയിട്ട് ഒരു ബോധമില്ലാത്തവരെ പറ്റിക്കാൻ പറ്റൂല. ഇത്തിരിയെങ്കിലും മൂളയും ഇത്തിരി യുക്തിബോധമൊക്കെ ഉള്ള വ്യക്തികളെ ഒന്നും പിശാചിനെ പറ്റിക്കാൻ പറ്റൂല. അപ്പൊ അതില്ലാത്തവരെ തിരഞ്ഞെടുത്തിട്ട് മാക്സിമം അതിലും കൂടെ അങ്ങ് ബൂസ്റ്റ് ചെയ്ത് കണ്ട മൊത്തം നാണം കെടുത്തി വെച്ചാൽ വേണ്ട. അപ്പൊ യേശു എന്ന് കേൾക്കുമ്പോഴേ എന്റെ മനസ്സിലേക്ക് അങ്ങനെയായിരുന്നു. ഞാനൊക്കെ ഒരു കാലത്ത് യേശു എന്ന് കേൾക്കുമ്പോഴേ എന്റെ വീടിനടുത്ത് ഈ കാണിക്കുന്ന ഇവരുടെ ഈ കോപ്രായം കണ്ടുകൊണ്ട് യേശുവിനെ ഞാൻ വെറുത്തിരിപ്പുണ്ടൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഇതുപോലെയാണ് ഇപ്പൊ എല്ലാവർക്കും പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെയാണ് നബിയെയും വെറുക്കുന്നത്. കാരണം മുഹമ്മദ് നബി പറഞ്ഞേക്കണം എന്താണ്? ദൈവം മുഹമ്മദ് നബിയോട് പറഞ്ഞ സംഭവം എന്താണ്? ഇപ്പൊ ഞാനും പറയുന്നത് എന്താണ്? എല്ലാ ആത്മീയ വശങ്ങളും കാര്യങ്ങളും സൃഷ്ടാവൻ ദൈവത്തെക്കുറിച്ചും തിരിച്ചറിഞ്ഞിട്ട് ആ ദൈവത്തെ മാത്രം പഠിപ്പിച്ച് മനസ്സിലാക്കി വരുന്ന വ്യക്തികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ ഇനി അടുത്ത ജന്മങ്ങളും ഇല്ലാത്തത് കാരണം അവരുടെ കർമ്മഫലം അത്രയും ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരും. ഇത് എന്നല്ലേ ഞാനും പറയുന്നത്. ഇതുകൊണ്ടാണ് മുഹമ്മദ് നബിയിലൂടെ ഈ യഹൂദ മതക്കാർക്കും അല്ലെങ്കിൽ ക്രിസ്തീയ മതക്കാർ, ഈ രണ്ട് മതക്കാരാണ് സൃഷ്ടാവൻ ദൈവത്തെ കുറിച്ച് മാത്രം പഠിച്ച് ആ ദൈവത്തെ മാത്രം ആശ്രയിച്ച് വരാൻ ദൈവം പഠിപ്പിച്ച മതങ്ങൾ. അതുകൊണ്ട് അവർ തെറ്റ് ചെയ്താൽ അവർ ഇനിയും തലതിരിഞ്ഞു പോയാൽ അവരെ ശിക്ഷിക്കണം എന്ന് എവിടെയോ എന്തോ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഖുറാനിൽ തന്നെ ഇനിയും പറയുന്നുണ്ട്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന വ്യക്തികളെ നിങ്ങൾ അവരെ തള്ളിക്കളയുകയോ അവരെ പുച്ഛിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അവരുടെ മരണശേഷം അവരുടെ ആത്മാക്കളോട് ഞാൻ ഇടപെട്ട് അതിനുള്ള കാര്യം ചെയ്തു കൊള്ളാം. അതുകൊണ്ട് നിങ്ങൾ ആരും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ ഒരു ദ്രോഹം ചെയ്യരുതെന്നും ഖുറാനിൽ പറയുന്നുണ്ട്. അത് ബൂസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഈ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം എന്നൊക്കെ പറയുന്ന അത് മാത്രം കൊണ്ട് ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ മതത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന ചിലരുടെ തലച്ചോറിനെ ആ പിശാച് ഉപയോഗിച്ചിട്ട് അതിനെ മാത്രം ബൂസ്റ്റ് ചെയ്ത് നമ്മളെ വിശ്വസിക്കാത്ത സകലരെയും ശിക്ഷിക്കണം എന്നങ്ങ് ആക്കി കൊണ്ട് ഇറക്കിയതാണ് നമ്മളീ കാണുന്ന തീവ്രവാദം. കാരണം ഈ അല്പ ചിലരുടെ ബുദ്ധി ഈ ചെറിയൊരു സാധനം മാത്രം ഇട്ടങ്ങോട്ട് കയറ്റി വെച്ചേക്കുകയാണ്. പക്ഷെ ബാക്കി എന്തെല്ലാം നല്ല കാര്യങ്ങളും മനുഷ്യർക്ക് ഗുണമുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അതിനകത്തൊക്കെ ഉണ്ട്. അതൊന്നും ഇവരെ തലയിൽ കയറ്റാൻ പറ്റുകയും ഇല്ല. പക്ഷെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നേരത്തെ പെന്തക്കോസ് മേഖലയിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് എങ്ങനെ ദ്രോഹം ചെയ്യാം, എങ്ങനെ തലവേദന ഉണ്ടാക്കാം എന്ന രീതിയിൽ കിട്ടുന്ന ചില സാധനങ്ങൾ, ചില ടിപ്സ് മാത്രം പൊക്കിയെടുത്തുകൊണ്ട് ചില ബോധമില്ലാത്തവരുടെ തല കയറ്റിയിട്ടാണ് അവരെ വെച്ച് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശരിക്കും ഖുർആനൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി ദൈവത്തിൽ നിന്നും കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് മനസ്സിലാക്കുന്ന അനേകർ ഇസ്ലാം മതത്തിലൊക്കെ ഉണ്ട്. അവരാരും തീവ്രവാദികളോ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. ഇങ്ങനെയുള്ള ഉമരോട്ട് അവർക്ക് യാതൊരു ബന്ധവും അവർ ഉണ്ടാക്കൂല. അങ്ങനെയുള്ള പേഴ്സണാലിറ്റി എനിക്കറിയാം. അതേപോലെ പെന്തക്കോസിലും രഹസ്യത്തിലൊക്കെ ഇരുന്ന് ദൈവത്തോട് മറുഭാഷയിലൊക്കെ അന്യഭാഷയിൽ ആരാധിച്ച്
ദൈവത്തോട് ആത്മാവിലൂടെ മറ്റ് അദൃശക്തികളോടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന പലരെയും ഉണ്ട്. അവരാരും ഈ പുറമേ സ്റ്റേജിൽ കയറി ഷോ കാണിക്കൂല. അവരാരും ആ ക്രിസ്ത്യമത തീവ്രവാദികളായിട്ട് നടക്കുകയില്ല. മറ്റുള്ളവരെ അവർ അംഗീകരിക്കുകയും ചെയ്യും. ഹിന്ദു മതത്തിലും അങ്ങനെ തന്നെ. നമ്മൾ കണ്ടിട്ടില്ലേ, പിടിച്ച് ബലാത്കാരമായിട്ട് പിടിച്ചു വെച്ച് അടിയെ കൊടുത്തിട്ട് ജയ് ശ്രീറാം പറ, ജയ് ശ്രീറാം പറ. ഈ വാ കൊണ്ട് ജയ് ശ്രീറാം ചുമ്മാ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? മാറിയിരുന്നും കൊണ്ട് അവൻ ചിലപ്പം ശ്രീരാമനെ തന്തയ്ക്കും തള്ളയ്ക്കും ചീത്ത വിളിച്ചിട്ടായിരിക്കും മനസ്സുകൊണ്ട് ചെയ്യണത്. അത് മനസ്സുകൊണ്ട് ചെയ്യണതല്ലേ കാര്യം. ഈ അടിച്ചും പിടിച്ചും പുറമെ ഭീഷണിപ്പെടുത്തി ഹൈന്ദവത്തിന്റെ എന്തെങ്കിലും 1-2 വാക്കുകൾ ഓം നമഃ ശിവായ പറ എന്നൊക്കെ പറഞ്ഞ് അടിച്ച് പറയിപ്പിച്ചിട്ട് എന്ത് പ്രയോജനം? പക്ഷെ ഇത് മനസ്സിലാക്കാനുള്ള മൂള അല്ലെങ്കിൽ ആ ബോധം ഇവർക്കില്ലാത്തത് കണ്ട. അപ്പൊ ഇങ്ങനെ ഇത് എന്താണെന്നോ എങ്ങനെയാണെന്നോ നമ്മൾ തിരിച്ചറിയാത്ത ചില അറിവില്ലാത്ത ശിശുക്കളെയാണ് എല്ലാ മതത്തിൽ നിന്നും ഈ പൈശാചികൾ തിരഞ്ഞെടുത്തിട്ട് ഇങ്ങനെയുള്ള തീവ്രവാദികളായി മാറ്റിയെടുക്കുന്നത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഇനി ഈ അന്ത്യകാലത്ത് ദൈവം തന്നെ, സൃഷ്ടാവ് ദൈവം തന്നെ നേരിട്ട് ഇതെല്ലാം നശിപ്പിച്ച് ശരിക്കും ഒരു സത്യയുഗം ഉണ്ടാക്കിയിരിക്കും എന്ന് ദൈവം പറയുന്നു. അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം. ഇപ്പോൾ തന്നെ പല കള്ളന്മാരും കൊള്ളക്കാരും ഇപ്പം അമ്പലം കൊള്ളകളും ഒക്കെ ദൈവം തന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ടാ, പൂട്ടി പുറത്തുകൊണ്ട് വരുന്നത് കണ്ട. അതേപോലെ സകല മതത്തിലുള്ള സകല മ്ലേച്ഛതകളും നിർത്തിച്ചിരിക്കും എന്ന് ദൈവം എനിക്ക് ഉറപ്പ് തരുന്നുണ്ട്. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്ത്